ഹായ് ഹലോ സ്നേഹക്കൂട്ടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്നത്തെ നമ്മുടെ സ്നേഹക്കൂട്ടിലെ എപ്പിസോഡൊന്നും വന്നിട്ടില്ല, പ്രൊമോ മാത്രമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഹരി ഓട്ടോ ഓടി നല്ല തുക തന്നെ, നല്ല ഓട്ടം കിട്ടുകയും ചെയ്തു. നല്ല തുക തന്നെ ഹരിക്ക് സമ്പാദിക്കാനും പറ്റി. ആ തുക നേരെ അച്ഛൻ്റെ കയ്യിൽ കൊണ്ടു കൊടുക്കുവാണ്. എന്നിട്ട് ഇന്നത്തെ കളക്ഷൻ പൈസയാണെന്ന് പറഞ്ഞ് അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു. അത് അച്ഛന് ഒരുപാട് സന്തോഷം തോന്നി. ഇത്രയും നേരം ഋതു തന്നെ വെല്ലുവിളിച്ചു, ഇവിടെ പൈസയൊന്നും തരാതെ, ചെലവിന് പൈസ തരാതെ ആഹാരം കഴിക്കണ്ട എന്ന് വരെ ഋതു പറഞ്ഞു. അപ്പോൾ അതിന് ഒരു തിരിച്ചടിയായിട്ട് ആണ് അച്ചു ഇതിനെ കാണുന്നത്. എന്നാൽ ഹരി ഇത്രയും അധ്വാനിച്ച് തന്നെ നോക്കുന്നതും തന്നെ സ്നേഹിക്കുന്നതൊക്കെ കണ്ടപ്പോൾ അച്ഛന് ഒരുപാട് സന്തോഷം തോന്നി. ഈ സന്തോഷം ഇങ്ങനെയല്ല, താങ്ക്സ് പറഞ്ഞല്ല പ്രതികരിക്കേണ്ടത്. എനിക്ക് കെട്ടിപ്പിടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ വിലക്കുണ്ടല്ലോ എന്ന് പറയുമ്പോഴും അച്ചുവിനോട് ഹരി പറഞ്ഞ ഒരു കാര്യം, കുറച്ച് ക്ഷമിച്ചേ മതിയാകൂ, എന്നെ ഒന്ന് മനസ്സിലാക്കണം, എനിക്ക് കുറച്ച് സാവകാശം തരണമെന്ന് മാത്രമാണ് അച്ചുവിനോട് ഹരി ആവശ്യപ്പെട്ടത്. എന്നാൽ ഹരി എന്നാണോ തന്നെ സ്നേഹിച്ച് തുടങ്ങുന്നത് അന്ന് വരെ കാത്തിരിക്കാൻ താൻ തയ്യാറാണെന്ന് അച്ചു ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ പക്ഷെ ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോഴും അവിടെ പാറുവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. മാഷ് പറഞ്ഞ ഇത് കേട്ടിട്ട് ഭയങ്കര പേടിയിലാണ്, ദേഷ്യത്തിലാണ് പല്ലവി. പാറുവിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. ഇനി മേലാൽ പല്ലവിയെ പാറുവിനെ കാണാനോ നമ്മുടെ വിശ്വയെ കാണാനോ പാടില്ല എന്ന് പല്ലവി പറയുകയും ചെയ്തു. ഈ കാര്യങ്ങൾ അറിഞ്ഞ പാടെ തന്നെ അവരെ തകർക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രൻ ഒരു പ്ലാൻ ഇട്ടു. എന്നിട്ട് ഒരു കൂട്ടുകാരനെയും കൊണ്ട് അങ്ങോട്ടേക്ക് പോകുവാണ്. പല്ലവി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തന്റെ ഭാര്യ വിശ്വയോട് പാറുവിനെ കാണാനോ വിശ്വ കാണാനോ പാടില്ല എന്ന് വിലക്കിയിട്ടുണ്ട്. അപ്പൊ ആ വിലക്ക് തടയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ആ കൂട്ടുകാരനെ പാറുവിന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. എന്നിട്ട് പാറുവിനെ ശല്യം ചെയ്യാനായിട്ടാണ് അയാൾ പറഞ്ഞു വിട്ടത്. അയാൾ ചെന്നതിന് ശേഷം പാറുവിനെ ശല്യം ചെയ്തു. എന്നിട്ട് കയ്യിൽ കയറി പിടിച്ചു. എന്നിട്ട് പാറുവിനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. പിന്നാലെ തന്നെ വിശ്വ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അയാളെ ഇടിച്ച് ചമ്മന്തിയാക്കി പാറുവിനെ രക്ഷിച്ചു. ഈ രംഗങ്ങളൊക്കെ കണ്ടപ്പോൾ പല്ലവിക്ക് ഭയങ്കര ഒരു ദേഷ്യവും വന്നു. മാത്രമല്ല അവർ കാണല്ലെന്ന് പറഞ്ഞിട്ട് കാണുകയും ചെയ്തു. എന്നാൽ പാറുവിനെ രക്ഷിച്ചു. പല്ലവിക്ക് അറിയാം കാര്യം എന്താണെന്ന് അറിയാം, പക്ഷേ അച്ഛനും അമ്മയ്ക്കും വിശ്വാസമില്ല. ആ ഒരു പ്രശ്നം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം. അതുവരേക്കും ബൈ.